السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അർഹമർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനി വിജ്ഞാനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഖിദ്മത്തുകളെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഈ മഹത്തായ കിതാബിൻ്റെ മുസന്നിഫ്, അതിൻ്റെ ശാരിഹുകൾ, ഇന്നോളം ഈ കിതാബ് ദറസ് നടത്തുകയും ഇതിന് ഖിദ്മത്ത് ചെയ്യുകയും ചെയ്ത മഹാന്മാരായ ഉസ്താദുമാർ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, മഹത്തുക്കൾ, അവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഇൽമിൽ ബറക്കത്ത് ചെയ്യുകയും ഇൽമനുസരിച്ചുള്ള അമലിന് പൂർണ്ണമായ തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിക്കാഹിൻ്റെ ബാബിൽ വിവാഹാലോചനയുടെ ആമുഖമായി വധൂവരന്മാർ തമ്മിൽ കാണുക എന്ന ഒരു സുന്നത്ത്, ആ സുന്നത്തിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ദർശനം, അതിൻ്റെ വിധികളാണ് നാം ചർച്ച തുടങ്ങിയത്. മൊത്തത്തിൽ പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർ, ഒരു സ്ത്രീ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുന്നതിൻ്റെ വിധി പല രൂപത്തിലാണ്. ഒന്നാമത്തെ വിധി നിരുപാധികം ഹറാമാകുന്നു എന്നതാണ്. അത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലാണ്. അന്യ പുരുഷൻ അന്യ സ്ത്രീയെ കാണൽ നിരുപാധികം ഹറാമാണ്. അതുപോലെ തിരിച്ച് പുരുഷനെയും. ഫിത്തിന, ശഹ്വത്തും ഫിത്തിനയും ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാലും ഇല്ലെങ്കിലും അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണൽ ഹറാമാണ് എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇവിടെ അന്യ സ്ത്രീ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അന്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ചർച്ച പിന്നീട് വരുമെങ്കിലും ഇപ്പോൾ സന്ദർഭോചിതമായി അത് മനസ്സിലാക്കൽ അനിവാര്യമാണെന്ന് തോന്നിയതുകൊണ്ട് അതൊരു രൂപത്തിൽ നമുക്ക് വിശദീകരിക്കാം. ഇവിടെ അന്യത് എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം അനുവദനീയമായവർ. ഒരു പുരുഷന് വിവാഹം ചെയ്യൽ അനുവദനീയമല്ലാത്ത സ്ത്രീകളെ മഹ്റമുകൾ എന്ന് പറയും. അവർ തമ്മിൽ വിവാഹം ചെയ്യൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള സ്ത്രീകളെയാണ് മഹ്റമുകൾ എന്ന് പറയുക. തിരിച്ച് സ്ത്രീക്ക് ആ പുരുഷനും മഹ്റമാണ്. അതല്ലാത്തവരെയാണ് അന്യത് എന്ന് പറയുക. അപ്പോൾ വിവാഹം ചെയ്യൽ അനുവദനീയമായവരാണ് അന്യ സ്ത്രീ പുരുഷന്മാർ. അവർ തമ്മിലാണ് കാണൽ ഹറാമാകുന്നു എന്ന്, നിരുപാധികം ഹറാമാകുന്നു എന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒന്നാമത്തെ വിധി വരുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരാണ് മഹ്റമുകൾ എന്നറിയുമ്പോഴാണ് മഹ്റമല്ലാത്ത അന്യ സ്ത്രീകൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇൽ പറഞ്ഞ ആയത്ത്, ഹുരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ അഖവാത്തുക്കും വ അമ്മാത്തുക്കും വ ഖാലാത്തുക്കും വ ബനാത്തുൽ അഖി വ ബനാത്തുൽ ഉഖ്തി എന്ന് തുടങ്ങിയ ആയത്തിൽ ഈ 7 വിഭാഗം സ്ത്രീകളെ സംബന്ധിച്ച് അതിൽ വിവാഹബന്ധം ഹറാമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അവർ മഹ്റമുകളാണ്. കുടുംബബന്ധം പരിഗണിച്ചുകൊണ്ട്, നസബ് പരിഗണിച്ചുകൊണ്ട് വിവാഹബന്ധം ഹറാമാകുന്ന 7 വിഭാഗം സ്ത്രീകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. തുടർന്ന് ആയത്തിൻ്റെ ബാക്കിയിൽ ഇനി വിവാഹബന്ധം വഴിയായി വിവാഹം ചെയ്യൽ ഹറാമായവർ ആരൊക്കെയാണ്, അതുപോലെ മുലകുടി ബന്ധം വഴിയായി വിവാഹബന്ധം ഹറാമായവർ ആരൊക്കെയാണ് എന്ന് ആ ആയത്തിൽ തന്നെ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. തുടർന്നുള്ള വിശദീകരണങ്ങളിൽ ചില ഹദീസുകളുടെയും കൂടി സഹായത്തോടുകൂടി മഹ്റമുകളെ നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ വിവാഹബന്ധം ഹറാമായ സ്ത്രീകളാണ് മഹ്റമായ സ്ത്രീകൾ എന്ന് പറയുന്നത്. മഹ്റമായ സ്ത്രീകൾ 3 രൂപത്തിലാണ്: ബിൻ നസബിൻ ഔ മുസാഹറത്തിൻ ഔ റളാഇൻ. ഒന്ന് നസബ് കൊണ്ട് വിവാഹബന്ധം ഹറാമായവർ, നസബ് കൊണ്ട് മഹ്റമായവർ.
മറ്റൊന്ന് മുസാഹറത്ത് കൊണ്ട് വിവാഹബന്ധം കാരണമായി വിവാഹം ചെയ്യൽ ഹറാമായവർ, മറ്റൊന്ന് മുലകുടി ബന്ധം കാരണമായി വിവാഹം ഹറാമായവർ. ഇങ്ങനെ മഹ്റമുകൾ 3 വിഭാഗമാണ്. ഇതാണ് നമ്മളിപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നസബ് കൊണ്ട് ഹറാമായവർ ആരൊക്കെയാണ്? ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാർ നിങ്ങൾക്ക് ഹറാമാണ്. ഒന്നാമത് പറഞ്ഞ ഉമ്മഹാത്ത്. വ ബനാത്തുക്കും, നിങ്ങളുടെ പെൺമക്കൾ നിങ്ങൾക്ക് ഹറാമാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് പറഞ്ഞു, പുരുഷന്മാർക്ക് അവരുടെ ഉമ്മമാരെ വിവാഹം ചെയ്യൽ ഹറാമാണ്. അതുപോലെ പെൺമക്കളെ വിവാഹം ചെയ്യൽ ഹറാമാണ്. വ അഹവാത്തുക്കും, നിങ്ങളുടെ സഹോദരിമാരെ വിവാഹം ചെയ്യൽ ഹറാമാണ്. വ അമ്മാത്തുക്കും, നിങ്ങളുടെ പിതൃ സഹോദരിമാർ, അപ്പയുടെ സഹോദരിമാർ. വ ഖാലാത്തുക്കും, നിങ്ങളുടെ ഉമ്മയുടെ സഹോദരിമാർ, മാതൃ സഹോദരിമാർ നിങ്ങൾക്ക് ഹറാമാണ്. വ ബനാത്തുൽ അഖി, സഹോദരൻ്റെ പെൺമക്കൾ നിങ്ങൾക്ക് ഹറാമാണ്. വ ബനാത്തുൽ ഉഖ്തി, സഹോദരിമാരുടെ പെൺമക്കളും ഹറാമാണ് എന്ന് പറഞ്ഞ ഈ 7 വിഭാഗമാണ് കുടുംബപരമായി വിവാഹബന്ധം ഹറാമായവർ. അതിലാദ്യമായി പറഞ്ഞത് ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാർ നിങ്ങൾക്ക് ഹറാമാകുന്നു. ആ പറഞ്ഞ ഉമ്മമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്ന്, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വന്തം ഉമ്മ, അല്ലെങ്കിൽ ഉമ്മയുടെ ഉമ്മ, ബാപ്പയുടെ ഉമ്മ, അങ്ങനെ മുകളിലോട്ട് പോകുന്ന എല്ലാ ഉമ്മമാരും അവൻ്റെ ഉമ്മമാർ എന്ന് പറഞ്ഞതിൽപ്പെടും. ഒരു പുരുഷന് അവൻ്റെ സ്വന്തം ഉമ്മ, ബാപ്പാടെ ഉമ്മ, ഉമ്മാടെ ഉമ്മ, ബാപ്പാടെ ഉമ്മ, അങ്ങനെ മുകളിലേക്കുള്ള എല്ലാ ഉമ്മമാരും ഉമ്മഹാത്ത് എന്ന് പറഞ്ഞതിൽപ്പെടും. അവരെയൊക്കെ വിവാഹം ചെയ്ത് ഹറാമായവരാണ്. അഥവാ അവരെ തൊട്ടാൽ ഒതു മുറിയുകയില്ല. അവരെ പരസ്പരം കാണൽ അനുവദനീയമാണ്. ഈ പറയുന്ന വിഭാഗം ഹറാമാകുന്നവരെന്ന് പറഞ്ഞാൽ അവരെ തൊട്ടാൽ ഒതു മുറിയുകയില്ല, അവരെ കാണൽ അനുവദനീയമാണ്, അവരുമായി ഒഴിഞ്ഞിരിക്കൽ അനുവദനീയമാണ്. അതാണ് ഒന്നാമത്തെ വിഭാഗം ഉമ്മമാർ. ഇതിൽ സ്വന്തം ഉമ്മയും പെടും, പാപ്പാടെ ഉമ്മയും പെടും, ഉമ്മാടെ ഉമ്മയും പെടും, അങ്ങനെ മുകളിലൂടെ എല്ലാ ഉമ്മമാരും പെടും. ഇനി രണ്ടാമത്തത് ബനാത്തുക്കും, നിങ്ങളുടെ പെൺമക്കൾ എന്ന് പറയുമ്പോൾ സ്വന്തം മകള്, മകളുടെ മകള്, മകൻ്റെ മകള്, അങ്ങനെ താഴോട്ടുള്ള എല്ലാ മക്കളും ആ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മക്കൾ എന്ന് പറഞ്ഞതിൽപ്പെടും. അപ്പോൾ അവരെയൊക്കെ വിവാഹം ചെയ്യൽ ഹറാമായവരാണ്. അവരെയൊന്നും തൊട്ടാൽ ഒതുമുറിയുകയില്ല. അവരെ പരസ്പരം കാണലും ഒരുമിച്ചിരിക്കലും ഒക്കെ അനുവദനീയമായവരുമാണ്. അതാണ് രണ്ടാമത്തെ വിഭാഗം ബനാത്ത്, അപ്പോൾ ഉമ്മമാർ, പെൺമക്കൾ. ഇനി മൂന്നാമത്തത് അഹവാത്തുക്കും, നിങ്ങളുടെ സഹോദരിമാർ എന്ന് പറയുമ്പോൾ സഹോദരിമാർ 3 വിധത്തിൽ വരും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഹോദരി, ഒന്ന് ഷഖീഖായ സഹോദരി, പൂർണ്ണ സഹോദരി എന്ന് പറയും. അഥവാ യവൻ്റെയും ആ സഹോദരിയുടെയും ഉമ്മയും ബാപ്പയും ഒന്നാണ്. അപ്പം ഉമ്മയും ബാപ്പയും ഒത്ത സഹോദരി, ഉഖ്തുൻ ലി അബവൈൻ, മാതാപിതാക്കൾ ഒത്ത സഹോദരി എന്ന് പറയും. എന്നാൽ ഇവൻ്റെയും ആ സഹോദരിയുടെയും ഉമ്മയും ബാപ്പയും ഒന്നാണ്. അങ്ങനെയുള്ളതാണ് പൂർണ്ണ സഹോദരി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം, ഇവർ രണ്ടുപേരുടെയും ബാപ്പ ഒന്നാണ്, ഉമ്മ വേറെയാണ്. അപ്പോൾ വേറെ വിവാഹത്തിൽ ബാപ്പ, ഇവൻ്റെ ബാപ്പ ഒന്ന്, ഉമ്മ വേറെ. അപ്പം രണ്ടുപേരും ബാപ്പ മാത്രം ഒന്നാണ്. ഈ രണ്ടുപേരുടെയും സഹോദരി, ഈ സവൻ്റെയും അവൻ്റെ സഹോദരിയുടെയും ബാപ്പ ഒന്നാണ്, ഉമ്മ വേറെയാണ്. അപ്പം ഉമ്മയുടെ വേറെ വിവാഹത്തിലുണ്ടായ സഹോദരിയാണ്. അതാണ് ബാപ്പയൊത്ത സഹോദരി എന്ന് പറയുന്നത്. ഇനിയൊരു വിഭാഗം ഉമ്മയൊത്ത സഹോദരി, ഇവർ രണ്ടുപേരുടെയും ഉമ്മ ഒന്നാണ്, ബാപ്പ വേറെയാണ്. അങ്ങനെ വരുമ്പോൾ സഹോദരിമാർ എന്ന് പറയുന്നത് ഈ 3 വിഭാഗവും പെടും. ഈ 3 വിഭാഗവും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മഹ്റമായ സഹോദരിമാരാണ്. ഉമ്മയും ബാപ്പയും ഒത്ത സഹോദരി, ബാപ്പയൊത്ത സഹോദരി, ഉമ്മയൊത്ത സഹോദരി. ഇവർ പരസ്പരം കാണൽ അനുവദനീയമാണ്, വിവാഹബന്ധം ഹറാമാണ്, ഇവരെ തൊട്ടാൽ ഒതു മുറിയുകയില്ല. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. സഹോദരി എന്ന് മലയാളത്തിൽ പറയുമ്പോൾ സ്വന്തം വാപ്പായുടെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളെ സഹോദരിമാർ എന്ന് പറയാറുണ്ട്. ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തിമാരുടെ മക്കളെ സഹോദരിമാർ എന്ന് സാധാരണ നിലയിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവർ ഈ പറഞ്ഞ സഹോദരിമാർ എന്ന ലിസ്റ്റിൽ പെടുകയില്ല. അവരെ വിവാഹം ചെയ്യൽ അനുവദനീയമായവരാണ്. ബാപ്പായുടെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ, ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തിമാരുടെ മക്കൾ, ഇവരൊക്കെ മഹ്റമുകളല്ല. അവരെയൊക്കെ വിവാഹം ചെയ്യൽ അനുവദനീയമാണ്. അവരെ കാണാൻ പാടില്ല, അവരെ തൊട്ടാൽ ഒതു മുറിയുകയും ചെയ്യും. അതാണ് ആ സഹോദരിമാർ. അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും ബനാത്തുക്കും അഹവാത്തുക്കും 3 വിഭാഗമായി. ഇനി അമ്മാത്തുക്കും, നിങ്ങളുടെ പിതൃ സഹോദരിമാർ. വാപ്പയുടെ സഹോദരി, ബാപ്പായുടെ സഹോദരി, നമ്മളൊക്കെ മാമി എന്ന് പറയുന്നവർ,
അപ്പച്ചി എന്നൊക്കെ പറയുന്നവർ ബാപ്പായുടെ സഹോദരി, അവരുടെ മക്കളല്ല, അവരുടെ മക്കൾ മഹ്റമല്ല, അന്യതാണ്. വിവാഹബന്ധം അനുവദനീയമായവരും തൊട്ടാലോതും അറിയുന്നവരുമാണ്. പക്ഷെ ബാപ്പായുടെ നേരെ സഹോദരി അമ്മാത്ത് എന്ന് പറയും. എന്നതുപോലെ വാപ്പാടെ സഹോദരി, വാപ്പായുടെ വാപ്പ, ആ ഉപ്പാപ്പയുടെ സഹോദരിയും അമ്മാത്ത് എന്ന് പറയും. അവരുടെ മക്കൾ വരില്ല, ആ അമ്മത്തുകൾ. അതുപോലെ ബാപ്പ അങ്ങനെ മുകളിലോട്ട് പോകുന്ന വാപ്പമാർ, അവരുടെ സഹോദരിമാർ ഈ അമ്മത്ത് എന്ന് പറഞ്ഞതിൽ പെടും. അവരുടെ മക്കൾ പെടില്ല, അത് അമ്മത്ത് എന്ന് പറഞ്ഞതിൽ വരും. ഇനി നാലാമത്തെ വിഭാഗം ഖാലാത്തുക്കും എന്നാണ്, നിങ്ങളുടെ മാതൃ സഹോദരിമാർ എന്നതാണ്. ഉമ്മയുടെ സഹോദരി, ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോ അനുജത്തെയോ, ഉമ്മയുടെ സ്വന്തം സഹോദരി, അത് വിവാഹബന്ധം ഹറാമായ ഒന്നാണ് മാതൃ സഹോദരി. ഇത് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മക്കളല്ല, ആ സഹോദരിമാർ മാത്രം. ഉമ്മയുടെ സഹോദരി, ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തി, അല്ലെങ്കിൽ ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തി, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനുജത്തി, ഇങ്ങനെയുള്ള മാതൃ സഹോദരിമാരാണ് ഖാലാത്ത് എന്ന് പറഞ്ഞതിൽ പെടുക. അവിടെയൊന്നും അവിടെ മക്കൾ വരികയില്ല. അമ്മാത്ത്, ഖാലാത്ത്, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ എന്നവരുടെ മക്കൾ മഹ്റമിൽ വരികയില്ല. അവരൊക്കെ അന്യതാണ്, തൊട്ടാലോതും അറിയുന്നവരും കാണാൻ പാടില്ലാത്തവരുമാണ്. അപ്പോൾ എത്രയായി? ഉമ്മഹാത്തുക്കും ബനാത്തുക്കും അഖവാത്തുക്കും അമ്മാത്തുക്കും ഖാലാത്തുക്കും 5 വിഭാഗമായി. ഇനി ഒന്ന് ബനാത്തുൽ അഖി ബനാത്തുൽ ഉഖ്തി, സഹോദരന്മാരുടെ മക്കൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള 3 വിധത്തിലുള്ള സഹോദരന്മാർ: ഷഖീഖായ സഹോദരൻ, വാപ്പയത്തെ സഹോദരൻ, ഉമ്മയത്തെ സഹോദരൻ. ആ സഹോദരൻ്റെ മക്കളുടെ മക്കൾ, അങ്ങനെയുള്ള മക്കളൊക്കെ മഹ്റമുകളാണ്. അവർ വിവാഹബന്ധം ഹറാമായവരും തൊട്ടാൽ മുറിയാത്തവരുമാണ്. അതുപോലെ സഹോദരിമാരുടെ മക്കൾ, ബനാത്തുല്ലാഹി ബനാത്തുൽ ഉഖ്തി, സഹോദരിമാരുടെ മക്കൾ. നേരത്തെ സ്വന്തം സഹോദരി, ആ സഹോദരിയുടെ മക്കൾ, അല്ലെങ്കിൽ സഹോദരിയുടെ മക്കളുടെ മക്കൾ, അങ്ങനെ പോകുന്നവരൊക്കെ. ഇങ്ങനെ 7 വിഭാഗമാണ് നസബ് കൊണ്ട് ഹറാമാകുന്നവർ. ഇതാണ് മഹ്റം. ഇവരല്ലാത്തവരൊക്കെ അന്യവരാണ്. നസബ് കാരണമായി വിവാഹബന്ധം ഹറാമാകുന്നവർ ഒരു പുരുഷൻ്റെ മഹ്റമുകളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 7 വിഭാഗമാണ്. നസബിൽ വരുന്ന ഈ വിഭാഗമല്ലാത്തവരൊക്കെ അന്യതാണ്. അവർ തൊട്ടാൽ മുറിയുന്നവരാണ്, അവരെ കാണാൻ പാടില്ലാത്തതാണ്, നിരുപാധികം ഹറാമാണെന്ന് പറഞ്ഞത്. ഇനി മുസാഹറത്ത് കൊണ്ട് ഹറാമാകുന്നത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഉമ്മഹാത്തു നിസായിക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാർ. നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാർ അത് വിവാഹബന്ധത്തിലൂടെ ഹറാമാകുന്നവരാണ്. ഒരാൾ ഒരു പെൺകുട്ടിയെ നിക്കാഹ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിക്കാഹ് ചെയ്ത അപ്പോൾ മുതൽ തന്നെ അവളുടെ ഉമ്മ ഇവന് മഹ്റമായി. വിവാഹം അഖ്ദ് നടന്നാൽ ഉടൻ തന്നെ അവർ തമ്മിൽ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ പോലും അഖ്ദ് കൊണ്ട് തന്നെ അവളുടെ ഉമ്മ ഇവന് ഹറാമായി, മഹ്റമായി. ഇനി ഇവർ തമ്മിൽ ബന്ധം വേർപെട്ടു പോയാൽ പോലും ആ ബന്ധം അവർ ഹറാമാകുന്നില്ല, അവർ മഹ്റം തന്നെയാണ്. അതാണ് നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മ. അപ്പോൾ ഭാര്യമാരുടെ ഉമ്മ സ്വന്തം ഉമ്മയുടെ സ്ഥാനത്താണ്. അവർ വിവാഹബന്ധം ഹറാമായവരും കാണൽ അനുവദനീയമായവരും തൊട്ടാലോത് മുറിയാത്തവരുമാണ്. അതുപോലെ ഹലായിലു അബിനായിക്കും, നിങ്ങളുടെ മക്കളുടെ ആൺമക്കളുടെ ഭാര്യമാർ. വിവാഹബന്ധം കൊണ്ട് ഹറാമാകുന്ന 2ാമത്തെ വിഭാഗമാണ് ഹലായിലു അബിനായിക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ പെൺമക്കൾ, ആൺമക്കളുടെ ഭാര്യമാർ, നിങ്ങളുടെ ആൺമക്കളുടെ ഭാര്യമാർ. വിവാഹബന്ധം കൊണ്ട് ഹറാമാകുന്ന 2ാമത്തെ വിഭാഗമാണ് ഹലായിലു അബിനായിക്കും, നിങ്ങളുടെ ആൺമക്കളുടെ ഭാര്യമാർ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മകൻ്റെ മകൻ്റെയോ ഭാര്യ, ആ ഭാര്യ അവൻ്റെ സ്വന്തം മക്കളുടെ സ്ഥാനത്താണ്, മഹ്റമാണ്, കാണാൻ അനുവദനീയമാണ്, തൊട്ടാലൊതു മുറിയുകയുമില്ല. അതുപോലെ മാ നെക്കഹ ആബാവുക്കും, നിങ്ങളുടെ പിതാക്കന്മാർ നിക്കാഹ് ചെയ്തവർ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ഭാര്യമാർ, പിതാക്കന്മാർ നിക്കാഹ് ചെയ്തവർ, സ്വന്തം ഉമ്മയല്ല, നിങ്ങളുടെ വാപ്പ വേറൊരു സ്ത്രീ വിവാഹം ചെയ്താൽ ആ സ്ത്രീയും നിക്കാഹ് കൊണ്ട് തന്നെ അവർ മഹ്റമായവരാണ്. ബാപ്പായുടെ 2ാം ഭാര്യ, അല്ലെങ്കിൽ ബാപ്പായുടെ മറ്റൊരു ഭാര്യ, ആ ഭാര്യയും വിവാഹം കൊണ്ട് തന്നെ ഹറാമായവരാണ്. ഈ 3 വിഭാഗം, വിവാഹബന്ധത്തിലൂടെ ഹറാമാകുന്ന ഈ 3 വിഭാഗം, ഭാര്യയുടെ ഉമ്മ, ആൺമക്കളുടെ ഭാര്യമാർ, പിതാക്കന്മാരുടെ ഭാര്യമാർ എന്നിവർ അവർ തമ്മിലുള്ള വിവാഹബന്ധം നടക്കുമ്പോൾ തന്നെ ഈ മഹ്റമിയത്ത് സ്ഥിരപ്പെടുകയും അവർ ബന്ധം വേർപെട്ടാൽ പോലും ഈ മഹ്റമിയത്ത് ബാക്കിയാവുകയും ചെയ്യും. ഒരിക്കലും അവർ തമ്മിൽ കാണൽ വിരോധമല്ല.
അവർ തൊട്ടാൽ ഒതു മുറിയുകയില്ല, ഒരിക്കലും അവർ തമ്മിൽ വിവാഹബന്ധം അനുവദനീയവുമല്ല. ഇതാണ് മുസാഹറത്ത് കൊണ്ട് ഹറാമായവർ. ഇനി അതിലൊന്നുകൂടിയുണ്ട്, വറബായിബുക്കുമുല്ലാത്തി ഫി ഹുജൂരിക്കും മിൻ നിസായിക്കുമുല്ലാത്തി ദഖൽതും ബിഹിന്ന എന്ന ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞൊരു വിഭാഗം. റബായിബുക്കും, നിങ്ങളുടെ സംരക്ഷണയിൽ കഴിയുന്ന പെൺകുട്ടികൾ, മിൻ നിസായിക്കും, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നുള്ള നിങ്ങളുടെ റബീബത്തുകൾ, അല്ലാത്തി ദഖൽതും മിൻ നിസായിക്കുമുല്ലാത്തി ദഖൽതും ബിഹിന്ന. അവളൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. ഒരാൾ ഒരു ഭാര്യയെ, ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു, അവൾക്ക് വേറൊരു വിവാഹത്തിൽ ഒരു മകളുണ്ടായിരുന്നുവെങ്കിൽ ആ മകളെയാണ് റബീബത്ത് എന്ന് പറയുന്നത്. ഒരാളുടെ ഭാര്യയ്ക്ക് വേറെ വിവാഹത്തിലുള്ള പെൺമക്കളെയാണ് ഇവൻ്റെ റബീബത്ത് എന്ന് പറയുന്നത്. റബീബത്ത് സംരക്ഷിക്കപ്പെടുന്നവളെന്നാണ്. ഒരാളൊരു സ്ത്രീ വിവാഹം ചെയ്യുമ്പോൾ അവൾക്ക് വേറെ മക്കളുണ്ടെങ്കിൽ ആ മക്കളെയും കൂടി ഇവനാണ് സംരക്ഷിക്കേണ്ടത് എന്നുകൂടി ധ്വനിയുണ്ട് അവിടെ. അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവൻ്റെ സംരക്ഷണയിലുള്ള ആ പെൺകുട്ടികൾ, ഇനി ഇവൻ സംരക്ഷിച്ചാലും ഇവൻ സംരക്ഷിച്ചില്ലെങ്കിൽ പോലും അവൾക്ക് റബീബത്ത് എന്ന് തന്നെയാണ് പറയുന്നത്. അവൾ ഹറാമാകും. പക്ഷെ അവൾ ഹറാമാകുന്നതിനൊരു നിബന്ധനയുണ്ട്. അത് ഈ വിവാഹം കഴിച്ച ഭാര്യയുമായി ഇവർ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതോടുകൂടി മാത്രമേ ആ മഹറമിയത്ത് അവിടെ സ്ഥിരപ്പെടുകയുള്ളൂ. ഒരു സ്ത്രീ വിവാഹം ചെയ്തു, വിവാഹം ചെയ്തതിന് ശേഷം അവർ തമ്മിൽ വീട് കൂടുന്നതിന് മുമ്പ് ഭാര്യ മരണപ്പെട്ടു പോവുകയോ അവർ തമ്മിൽ ബന്ധം വേർപെടുകയോ ചെയ്താൽ അവളുടെ മകൾ അന്യതല്ല, മഹറമാകുന്നില്ല, അന്യത തന്നെയാണ്. ഇവർ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം മാത്രമേ അവളുടെ മകൾ മഹറമാകുന്നുള്ളൂ, അല്ലെങ്കിൽ അന്യത തന്നെയാണ്. അതാണ് അവിടുത്തെ നിബന്ധന. നേരത്തെ പറഞ്ഞ ഭാര്യയുടെ ഉമ്മയെന്നോ അല്ലെങ്കിൽ ബാപ്പയുടെ ഭാര്യ എന്നോ മകൻ്റെ ഭാര്യ എന്നോ പറഞ്ഞ 3 വിഭാഗവും അവർ തമ്മിൽ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ പോലും വിവാഹമെന്ന അഖദ് ഉടമ്പടി നടക്കുന്നതോടുകൂടെ തന്നെ ഇവർ ഹറാമാകുന്നവരാണ്. ഇതങ്ങനെയല്ല എന്ന് വ്യത്യാസം. അപ്പോൾ ഇതാണ് വിവാഹബന്ധത്തിലൂടെ മഹറമാകുന്നവർ. ഇനി ബാക്കിയുള്ളത് മുലകുടി ബന്ധം എന്ന് പറയുന്നൊരു ബന്ധമാണ്. നസബ്, മുസാഹറത്ത്, റളാഅ്. മുലകുടി ബന്ധത്തിലൂടെ വിവാഹബന്ധം ഹറാമായവരെ മഹ്റമുകൾ എന്ന് പറയാം. അത് ഇസ്ലാമിക നിയമപ്രകാരം 2 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ഒരു സ്ത്രീയിൽ നിന്ന് 5 പ്രാവശ്യം പാല് കുടിച്ചാൽ ഈ കുട്ടിയും ആ പാല് കൊടുത്ത തള്ളയും തമ്മിൽ ഉമ്മയും മകളുമെന്ന ബന്ധം, മുലകുടി ബന്ധം സ്ഥിരപ്പെടും. അപ്പോൾ ആ മുലകുടി ബന്ധത്തിൽ വരുന്നത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച എല്ലാ ബന്ധവും അവിടെ വരാം. ഒരാൺകുട്ടി ഒരു സ്ത്രീയിൽ നിന്ന് പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ഇവൻ്റെ ഉമ്മയാണ്, മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയാണ്. ആ സ്ത്രീയുടെ ഭർത്താവ് ഇവൻ്റെ മുലകുടി ബന്ധത്തിലുള്ള വാപ്പയാണ്. ആ ഉമ്മയുടെ മക്കൾ ഇവൻ്റെ സഹോദരങ്ങളാണ്. ഇതുപോലെ എല്ലാ ബന്ധവും വരാം. അപ്പം നസബിൻ്റെ ഭാഗത്തിൽ വരുന്ന എല്ലാ ബന്ധവും മുലകുടി ബന്ധത്തിലൂടെയും ഹറാമാകും. ഹറുമ അലൈക്കും ബിർ റളാഅത്തി മാ ഹറുമ അലൈക്കും ബിൻ നസബി ഔ കമാ ഖാല റസൂലുള്ളാഹി. ഹദീസിൽ വന്നത് നസബ് കൊണ്ട് ഹറാമായതെല്ലാം റളാഅ് കൊണ്ടും ഹറാമാകും. നസബ് കൊണ്ട് 7 വിഭാഗം ഹറാമാണെന്ന് പറഞ്ഞു. അതുപോലെ 7 വിഭാഗം ഈ റളാഅ് കൊണ്ടും സ്ഥിരപ്പെടാം. അതിപ്പോൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാലൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. പഴയ കാലങ്ങളിലൊക്കെ ഇങ്ങനെ മറ്റ് സ്വന്തം മക്കളല്ലാത്ത മറ്റ് മക്കൾക്ക് പാല് കൊടുക്കുന്നൊരു സ്വഭാവം, ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ അവളുടെ മക്കളെ കൊച്ചിന് പാല് കൊടുക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയെ ഏൽപ്പിക്കുന്ന സ്വഭാവം പഴയ കാലങ്ങളിലൊക്കെ നിലനിന്നിരുന്നു. അറേബ്യൻ സമുദായത്തിലൊക്കെ നിന്നിരുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ മുല കൊടുത്ത് വളർത്തിയിട്ടുണ്ടെന്നൊക്കെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നൊരു സ്വഭാവം അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ അത് സർവ്വസാധാരണമായി ഇല്ലെങ്കിലും സംഭവിക്കാം. ഒരു സ്ത്രീ തൻ്റെ സഹോദരൻ്റെ കുട്ടിയെയോ കുടുംബത്തിലെ മറ്റേത് കുട്ടിയോ അവളുടെ ആ കുട്ടിയുടെ ഉമ്മ രോഗിയായി കിടക്കുന്ന അവസരത്തിലോ മറ്റോ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ പാല് കൊടുത്തു എന്ന് വരാം. ഇതിൽ 5 പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 പ്രാവശ്യം, ഒരു പ്രാവശ്യം കുട്ടി മുല കുടിച്ച് അത് മതിയായി നിർത്തുന്നത് വരെ ഒരു പ്രാവശ്യം, അങ്ങനെ ഒരു 5 പ്രാവശ്യം പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയും ഈ ഉമ്മയും തമ്മിൽ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയും മകളുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ ആ ഉമ്മയുടെ മക്കളൊക്കെ ഈ കുട്ടിക്ക് സഹോദരങ്ങളായി വരുന്നു. ആ നിലയിൽ സഹോദരങ്ങൾ, കുടുംബം, ആ ഒരു ബന്ധം നിലനിൽക്കും. അവിടെയും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. എന്നാലിപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാൻ എൻ്റെ സമയം അല്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഈ 3 രൂപത്തിലൂടെ
വിവാഹബന്ധം ഹറാമായവരെയാണ് മഹ്റമുകൾ എന്ന് പറയുന്നത്. ഈ മഹ്റം അല്ലാത്തതാണ് അന്യത്. അങ്ങനെയുള്ള അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണാൻ പാടില്ല എന്നതാണ് നമ്മൾ നിരുപാധികമായി ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ നിയമം. നിരുപാധികം കാണൽ അനുവദനീയമല്ലാത്തവർ അന്യ സ്ത്രീ പുരുഷന്മാർ. ഈ പറഞ്ഞ 3 രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു മഹ്റമിയത്തില്ലാത്തവർ അന്യതാണ്. അപ്പോൾ അന്യ സ്ത്രീ, ഒരു ഭാര്യയുടെ സഹോദരി, അത് ഹറാമാണ്. പരിശുദ്ധ ഖുർആന്റെ നമ്മൾ പറഞ്ഞ ആയത്തിന്റെ അവസാനത്തിൽ വാൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ എന്ന് പറയുന്നുണ്ട്. 2 സഹോദരിമാരെ തമ്മിൽ വിവാഹം ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു, അവളുടെ സഹോദരിയെ അവന് വിവാഹം ചെയ്യാൻ പാടില്ല ഈ ഭാര്യയായി ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം. പക്ഷേ അവളെ ഹറാമായി. ഒരു സ്ത്രീ വിവാഹം ചെയ്തതോടുകൂടി തന്നെ അവളുടെ മഹ്റം, അവളുടെ അന്യ സ്ത്രീ അവളുടെ മഹ്റമാകുന്നില്ല, അവൾ അന്യ തന്നെയാണ്. ഒരു സ്ത്രീയെ വിവാഹം ചെയ്താലും ആ സ്ത്രീയുടെ സഹോദരി അവളെ ഇവളെയും കൂടി വിവാഹം ചെയ്യാൻ പാടില്ല എന്ന നിയമമുണ്ടെങ്കിലും അത് അന്യത് തന്നെയാണ്, മഹ്റമല്ല. അതുപോലെ ആ സ്ത്രീയുടെ മാതൃ സഹോദരിയോ പിതൃ സഹോദരിയോ, ഒരാളുടെ ഭാര്യയുടെ മാതൃ സഹോദരിയോ പിതൃ സഹോദരിയോ ഒക്കെ ഈ ഭാര്യ നിലനിൽക്കുമ്പോൾ അവരെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന നിയമമുണ്ട്. എന്നതുകൊണ്ട് അവർ മഹ്റമാകുന്നില്ല, അവരൊക്കെ അന്യത് തന്നെയാണ്. അത് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. വിവാഹബന്ധം ഹറാമായവരെയാണ് മഹ്റമുകൾ എന്ന് പറഞ്ഞത്, അതല്ലാത്തതിനെയാണ് അന്യത് എന്ന് പറഞ്ഞത്. അപ്പം അന്യത് എന്ന് പറയുമ്പോൾ ഈ 3 രൂപത്തിലുള്ള മഹ്റമിയത്തില്ലാത്തവരും, ഇനി അൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ഭാര്യയുടെ സഹോദരി, അതിനോട് ഖിയാസാക്കി സ്വന്തം ഭാര്യയുടെ മാതൃ സഹോദരി, സ്വന്തം ഭാര്യയുടെ പിതൃ സഹോദരി എന്നിവരൊക്കെ വിവാഹത്തിൽ ഒരുമിച്ച് വിവാഹം ചെയ്യാൻ പാടില്ലാത്തവരാണ്. ഈ ഭാര്യ മരണപ്പെട്ടാൽ അവരെ വിവാഹം ചെയ്തതിന് വിരോധമില്ല, അതുകൊണ്ട് അതൊക്കെ അന്യത് തന്നെയാണ്, അതൊന്നും മഹ്റമാവുകയില്ല എന്നുകൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക. അപ്പം ഇതാണ് നിരുപാധികം നോക്കൽ, കാണൽ ഹറാമായവരെയാണ് നമ്മൾ ഈ വിവരിച്ചത്. അന്യ സ്ത്രീ പുരുഷന്മാർ നിരുപാധികം കാണൽ ഹറാമായവരാണ്. ഇനി രണ്ടാമത്തെ വിധി, നിരുപാധികം കാണൽ അനുവദനീയമായവർ. എല്ലാ ശരീരം ആസകലം അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേർക്കും പരസ്പരം കാണൽ അനുവദനീയമായവർ, അത് ഭാര്യ ഭർത്താക്കന്മാരാണ്. ഭാര്യ ഭർത്താക്കന്മാർ, ഭർത്താവിന് ഭാര്യയെ പൂർണ്ണമായും കാണൽ അനുവദനീയമാണ്, ഭർത്താവിന് ഭാര്യയെയും കാണൽ അനുവദനീയമാണ്. എന്നാലും ഔറത്തിൻ്റെ ഭാഗം, മാബൈന സുറത്തി വറുക്കുബ, മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം കാണൽ നല്ലതല്ല, അത് കാണാതിരിക്കലാണ് നല്ലത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചര്യ അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ലാ റഅയ്തു മാ റഅയ്തു മിൻഹു വലാ റആ മിന്നി വമാ റആ മിന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔറത്ത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഔറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നവരാണ് അവർ, എന്നിട്ട് പോലും ആ അഭിലഷണീയമല്ലാത്ത നല്ലതല്ലാത്തൊരു കാഴ്ച പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പൂർണ്ണമായും കാണൽ അനുവദനീയമാണെന്ന നിയമമുള്ളപ്പോഴും ഔറത്തിൻ്റെ ഭാഗം പരസ്പരം കാണുന്നത് നല്ലതല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി 3ാമത്തെ വിധി. അപ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ ദർശനത്തിൻ്റെ 2 വിധി, ഒന്ന് നിരുപാധികം പാടില്ല എന്നത്, ഒന്ന് നിരുപാധികം അനുവദനീയമാണ് എന്നത്. ഇനി 3ാമത്തെ വിധി, മുഖവും മുൻകൈയും അല്ലാത്തവ അല്ല. 3ാമത്തെ വിധി മാബൈന സുറത്തി വറുക്കുബ, അല്ലാത്തത്, ഒട്ടുപൊക്കലിനിടയിലുള്ള സ്ഥാനം അല്ലാത്ത സ്ഥാനം കാണൽ അനുവദനീയമായത്. അത് വളരെ മഹ്റമുകൾ, വിവാഹബന്ധം ഹറാമാണ് നേരത്തെ പഠിപ്പിച്ച മഹ്റമുകൾ. ആ മഹ്റമായ സ്ത്രീകളുടെ ശരീരം, മുട്ടുപൊക്കലിനുള്ള ഭാഗമല്ലാത്ത ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കാണുന്നതിന് വിരോധമില്ല, അനുവദനീയമാണ്. അത് ഫിത്തിനെ ഭയപ്പെടാതിരിക്കുകയും ശഹ്വത്തുണ്ടാവുകയും ചെയ്യാത്തപ്പോഴാണ്. ശഹ്വത്തുണ്ടാവുകയില്ല, ഫിത്തിന ഉണ്ടാകുമെന്ന് ഭയം ഉണ്ടാവുകയില്ല. ആ സമയത്താണ് മഹ്റമായ സ്ത്രീകളുടെ മാബൈന സുറത്തി വ റുക്ബത്ത് ഒഴികെയുള്ള മറ്റു ഭാഗങ്ങൾ കാണൽ അനുവദനീയമാണ് എന്ന നിയമം. അതുപോലെ തന്നെ ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ, ആ ഇദ്ദയിൽ കഴിയുന്ന സമയത്ത് ഒരു ത്വലാഖ് ചൊല്ലി, ബായിന റജഇയായ ത്വലാഖ്, റജഇയായ ത്വലാഖിൻ്റെ ഇദ്ദയിലിരിക്കുന്ന സമയത്ത് അവൻ്റെ ഭാര്യയുടെ ഹുക്മിലാണ്. ത്വലാഖ് ചെല്ലുന്നത് ഒരു ത്വലാഖ് അങ്ങനെ ചെല്ലാൻ പാടുള്ളൂ. 3 ത്വലാഖ് ഒറ്റയടിക്ക് ചെല്ലലല്ല. 3 ത്വലാഖ് ഒരുമിച്ച് ചെല്ലിയാൽ 3 സംഭവിക്കും. പക്ഷെ അങ്ങനെ ചെല്ലലല്ല ഇസ്ലാം പഠിപ്പിച്ച വിധി. ചെയ്യേണ്ടി വന്നാൽ അതൊക്കെ ത്വലാഖ് ഒരു വലിയ വിഷയമാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇസ്ലാം ത്വലാഖ് അനുവദിക്കുന്നതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളെല്ലാം പാലിച്ച് ത്വലാഖ് അനുവദനീയമാകുമ്പോൾ തന്നെ ഒരു ത്വലാഖാണ് ചൊല്ലേണ്ടത്.
ആ ഒരു തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഇദ്ദയുടെ കാലം കഴിയുന്നതിന് മുമ്പ് അവന് മടക്കിയെടുക്കാം, എളുപ്പത്തിന് ആരും അറിയണ്ട, ഞാൻ മടക്കിയെടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് റജഈയായ തൊലാക്ക്. ഇനി ഇദ്ദ കഴിഞ്ഞു പോയാൽ അവർ രണ്ടും തമ്മിൽ വേർപെട്ടു, ബായിനായി, അവർക്ക് വേറെ വിവാഹം ചെയ്തു പോകാം. ഇനി അങ്ങനെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർക്ക് ഒന്നിക്കണമെന്ന് വിചാരിച്ചാൽ നിക്കാഹ് പുതുക്കിയാൽ മാത്രം മതിയാകും, വേറൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടൊക്കെ അങ്ങനെ ഒരു സൗഭാഗ്യമുള്ളത് കൊണ്ടാണ് ഒരു തൊലാക്ക് മാത്രം ചെല്ലുക എന്ന് പറയുന്നത്. പ്രശ്നമുണ്ടായി, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായി, അവർ വേർപെട്ട് പോകേണ്ടി വന്നാലും ഒരു തൊലാക്ക് മാത്രം ചെല്ലുക. അങ്ങനെ ചൊല്ലിയാൽ ഇദ്ദയുടെ കാലം കഴിയും മടക്കി എടുത്തില്ലെങ്കിൽ അവർ വേർപെട്ടു, വേണമെങ്കിൽ അവർക്ക് വേറെ വിവാഹം ചെയ്തു പോകാം. ഇനി അങ്ങനെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർക്ക് ഒന്നിക്കണമെങ്കിൽ നിക്കാഹ് പുതുക്കിയാൽ മാത്രം മതി. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത് 3 തൊലാക്ക് ഒരുമിച്ച് ചെല്ലണമെന്നാണ്. അങ്ങനെ ചൊല്ലിപ്പോയാൽ പിന്നീട് എന്തെങ്കിലും മക്കളുടെ കാര്യം ആലോചിച്ചിട്ടോ മറ്റോ തിരിച്ചു വരണം എന്ന് കരുതിയാൽ അങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ല. ഇനി വേറെ വിവാഹം ചെയ്ത് ആ ദാമ്പത്യ ജീവിതമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെടുകയോ തൊലാക്ക് ചെല്ലുകയോ ചെയ്യുക കഴിഞ്ഞ് ഇദ്ദയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മടങ്ങി വരാൻ പറ്റൂ. അങ്ങനെയുള്ള നൂലാമാലകളൊക്കെ ഉണ്ട്. അതൊന്നും ഇന്ന് ശ്രദ്ധിക്കാതെ ഒറ്റയടിക്ക് 3 തൊലാക്കും ചെല്ലുന്നൊരു പരിപാടിയാണ് സാധാരണയുള്ളത്. എന്നിട്ട് പിന്നീട് ഇനി മസലയുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ നടക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു തൊലാക്ക് ചെല്ലുമ്പോൾ ആ റജഈയായ തൊലാക്കിൻ്റെ ഇദ്ദയിൽ കഴിയുന്ന സ്ത്രീ സ്വന്തം ഭാര്യയുടെ സ്ഥാനത്താണ്. അവന് ചിലവ് കൊടുക്കുക, അവൾക്ക് ചിലവ് കൊടുക്കൽ അവന് കടമയാണ്. എപ്പോഴും അവന് മടക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ആ സമയത്തും അവളുടെ മാബൈന സുറത്തി വറുക്കുബത്ത് അല്ലാത്ത ശരീരഭാഗം കാണൽ അനുവദനീയമാണ്. മാബൈന സുറത്തി വറുക്കുബത്ത് ആ സമയത്ത് കാണൽ അനുവദനീയമല്ല. അതാണ് ഒന്ന്. ഇനി മറ്റൊന്ന്, വിവാഹാലോചനയ്ക്ക് വേണ്ടി കാണൽ അനുവദനീയമായത്. അതാണ് നമ്മൾ പറഞ്ഞത്. വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മുഖവും 2 മുൻകൈയും കാണൽ അനുവദനീയമാണ്. അതാണ് കാണൽ അനുവദനീയമാകുന്ന രൂപം. ബാക്കി ഭാഗങ്ങൾ കാണാൻ പാടില്ല. മുഖം കാണുമ്പോൾ അവളുടെ സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയും. 2 കൈ കാണുമ്പോൾ കൈയുടെ ഉള്ളും പുറവും കാണാം. അത് കാണുമ്പോൾ ശരീരത്തിൻ്റെ മാർദ്ദവത മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് വിവാഹാലോചന നടത്തുന്ന പെൺകുട്ടിയുടെ മുഖവും 2 മുൻകൈയുമാണ് കാണൽ അനുവദനീയമായത്, ബാക്കി ഭാഗങ്ങളല്ല. പുരുഷന് തിരിച്ചിങ്ങോട്ട്, സ്ത്രീക്ക് അവൻ്റെ മുട്ടുപൊക്കലിടയിലെ ഭാഗമല്ലാത്ത മറ്റു ഭാഗങ്ങൾ കാണുന്നതിന് വിരോധമില്ല. ഈ സമയത്ത് കാണുകയും ചെയ്യാം. അതാണ് മറ്റൊന്ന്. ഇനി മറ്റൊന്ന്, കാണൽ അനുവദനീയമാകുന്ന വിധി പറയുമ്പോൾ ചികിത്സകൾക്ക് വേണ്ടി. അപ്പോൾ പുരുഷനായ ഡോക്ടറാണ് സ്ത്രീയെ ചികിത്സിക്കേണ്ടി. അതിന് മാർഗങ്ങളുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ആയ ഡോക്ടറെ കാണിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ കാണണം. അതൊന്നും ഇല്ലാതെ വരുമ്പോൾ മാത്രമാണ് അന്യപുരുഷനെ കാണാൻ പറ്റുക. അല്ലെങ്കിൽ മഹറമായ ഡോക്ടർമാരുണ്ടെങ്കിൽ ആ ഡോക്ടറെ കാണണം. ഇനി അതൊന്നും ഇല്ല, അല്ലെങ്കിൽ അവങ്ങളുടെ ഡോക്ടർമാരുടെ ചികിത്സ ഫലവത്തല്ല എന്ന് വരുമ്പോഴാണ് അന്യപുരുഷന്മാരെ കാണാൻ പറ്റുക. അങ്ങനെ അന്യ സ്ത്രീകൾ, പുരുഷനായ ഡോക്ടറെ അന്യ സ്ത്രീ കാണുക, അല്ലെങ്കിൽ സ്ത്രീയായ ഡോക്ടർ അന്യ പുരുഷനെ കാണുക, ഇവിടെയൊക്കെ ചികിത്സിക്കേണ്ട ഭാഗങ്ങൾ, അനിവാര്യം കാണേണ്ട ഭാഗങ്ങൾ മാത്രം കാണൽ അവർക്ക് ആ ചികിത്സയുടെ ഭാഗമായി അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ ഇനി ഇടപാടുകൾ, കച്ചവടം, ഇടപാട് നടത്തുന്നു, ഒരു സ്ത്രീയിൽ നിന്നൊരു സാധനം വാങ്ങുന്നു, അല്ലെങ്കിൽ വിൽക്കുന്നു, അല്ലെങ്കിൽ സാക്ഷി നിൽക്കുന്നു, ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊക്കെ അവരുടെ മുഖം മാത്രം കാണൽ അനുവദനീയമാണ്. സ്ത്രീയുടെ മുഖം മാത്രം കണ്ടാൽ മതി. ആൾ വ്യക്തമാക്കാൻ വേണ്ടി, താൻ ഇടപാട് നടത്തുന്ന ആളാരാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി മുഖം മാത്രം കണ്ടാൽ മതിയാകും. ഇതുമാത്രമാണ് അനുവദനീയമായത്. ഇങ്ങനെയൊക്കെയാണ് സ്ത്രീ പുരുഷന്മാരുടെ ദർശനവുമായി ബന്ധപ്പെട്ട വിധികൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഫത്ഹുൽ മുഈനിൻ്റെ കുറച്ചു ഭാഗങ്ങൾ ഈ പറയപ്പെട്ട മസ്അലകൾ വളരെ വിശാലമായി വിശദീകരിക്കുന്നുണ്ട്. ഇതിലൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വിശാലമായി 2-3 പേജ് ആ വിഷയം പറയുന്നുണ്ട്. അത്രയും വിശദമാക്കാതെ ആ വിഷയം ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ചുരുക്കി ഇത്രയും അവതരിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇനി അടുത്ത വിഷയം വിവാഹം നടത്തുന്ന വിവാഹ ആലോചന സംബന്ധിച്ചാണ്. ആലോചന സുന്നത്താണ്, ഖിത്ബത്ത് സുന്നത്താണ്. ആ ഖിത്ബത്തിന് മുമ്പുള്ള ഖുതുബ, ആ തുടങ്ങിയ ചർച്ചകളാണ് ഇനി വരുന്നത്. ആ ഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹ ആലോചനയ്ക്ക് മുമ്പ് ഈ വധുവരന്മാർ തമ്മിൽ കാണുക എന്നൊരു വിഷയം പറഞ്ഞപ്പോൾ അതിനോട് തുടർന്നുകൊണ്ട് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണുന്നതിൻ്റെ വിധിയാണ്. അത് നിരുപാധികം ഹറാമായ രൂപം, നിരുപാധികം ഹലാലായ രൂപം, ഇനി ഔറത്ത് മാബൈന സൂറത്തി വറുക്കുബത്തല്ലാത്ത മറ്റു ഭാഗം കാണൽ അനുവദനീയമായ രൂപം, പിന്നെ മുഖവും മുൻകൈയും മാത്രം കാണൽ അനുവദനീയമായ രൂപം, മുഖം മാത്രം കാണൽ അനുവദനീയമായ രൂപം, ചികിത്സകൾക്ക് ആവശ്യമായ ഭാഗം മാത്രം കാണൽ അനുവദനീയമായ രൂപം, ഇങ്ങനെ ഈ വിഷയങ്ങൾ വ്യത്യസ്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ വ്യക്തമായും കർശനമായും പഠിപ്പിച്ചതാണ്. ഇതൊക്കെ സൂക്ഷിച്ച് ജീവിക്കൽ നമ്മുടെ യഥാർത്ഥമായ പൂർണ്ണമായ മുഅ്മിനായി ജീവിക്കുന്നതിന് അനിവാര്യമായ കാര്യങ്ങളാണ്. പലപ്പോഴും ഇതൊക്കെ ലംഘിക്കപ്പെടുകയും
അല്ലാതെ പരസ്പരം കാണുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ട്. എന്തായാലും കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കലാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അനിവാര്യമായതെന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.